ഹലോ, നമുക്കൊരു മധുരം ഉണ്ടാക്കിയാലോ? അതൊരു മധുരം തിന്നാനൊരു പൂതി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടൊരു കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല്, ഏലക്കായി ഒക്കെ ഇട്ടിട്ട് ഞാനിതാ പാല് തിളപ്പിക്കാൻ വെച്ചതായിരുന്നു കേട്ടോ. പാലിതാ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ നട്ട്സും കാര്യങ്ങളും ഒന്നുമില്ല, അതിച്ചിട്ടൊന്നും കുഴപ്പമില്ല. നമുക്ക് നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ടൊരു സിമ്പിൾ കേസരി ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലോണം മിക്സ് ആക്കുക. നമ്മൾ ആവശ്യാനുസരണം ഓരോരുത്തർക്കും മധുരം കുറവ് വേണമെങ്കിൽ അങ്ങനെ നിൽക്കും. പക്ഷേ കേസരിയിൽ കുറച്ച് മധുരം ഉണ്ടാവുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ കളറോ ഒന്നും ഞാൻ ചേർക്കണില്ല. ഞാൻ നട്ട്സൊക്കെ മേടിച്ചിടണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലത് മെൽറ്റാവണത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് എന്നതിന് ശേഷം നമുക്ക് റവ ഞാൻ ആദ്യം വറുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ പാലിനനുസരിച്ച് റവ എടുക്കുക. എന്നിട്ട് ഞാൻ റവ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നു. പെട്ടെന്ന് വേഗം കട്ട പിടിക്കും കേട്ടോ. ഇതിങ്ങനെ നല്ല ഇളക്കി മിക്സാക്കി കൊടുക്കുക. പെട്ടെന്ന് കുറുകി വരും. അപ്പം എന്താണ് നമ്മളിങ്ങനെ ഇളക്കിങ്ങാണ്ട് തന്നെ ഇരിക്കുക. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് പഞ്ചസാര മധുരമൊക്കെ ഒന്ന് നോക്കാം. എന്താ ഞാൻ മധുരം നോക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കുറവുള്ളത് പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ലേശം കൂടി മധുരം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. മധുരം അടാ ഞാൻ പറഞ്ഞില്ല, വേഗം കട്ട പിടിക്കുന്നു, പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പം പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കുറുക്കി ഞാൻ ഇത് എടുത്തപ്പോൾ തന്നെ കുറച്ചൊന്നും ഇങ്ങോട്ട് ടൈറ്റായി പോയി ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ ഇച്ചിരി ഒന്നിങ്ങനെ നമ്മൾ അതിന് വിടുന്നെന്ന് കാണുമ്പോൾ തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു സ്പൂണ് മിൽമയുടെ നെയ്യാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ല ഇളക്കുക. അപ്പോൾ അതിനിത് സെറ്റാവും. പെട്ടെന്ന് വേഗം സെറ്റായി വരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ ഞാൻ എൻ്റെത് ഏകദേശം അത്യാവശ്യം ഇങ്ങനെ കുറച്ച് ടൈറ്റായി വന്നിരുന്നു. കുറച്ച് പരത്തുമ്പോൾ കുറച്ചൊരു ആ ഒരു ടെക്സ്ചർ വിട്ടതുപോലെ തോന്നിയിരുന്നു. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ മതി. ഇതിലും കുറച്ചും കൂടി ഇതായിട്ട് എടുക്കുകയാണ് ബെറ്റർ. എന്നാൽ നമുക്കത് പ്ലേറ്റിലോട്ട് തേക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കിട്ടും. ഞാനിതാ പ്ലേറ്റിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചതായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാനിതാ കണ്ടിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിലും കുറച്ച് ടൈറ്റ് കൂടിപ്പോയി. എന്നാലും സാരമില്ല, ഞാൻ പറ്റുന്ന പോലൊക്കെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചൂടാറിൻ്റെ ശേഷം മുറിച്ചെടുത്തിട്ട് കഴിക്കാം. വേറെ ഒന്നുമില്ല. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഇതൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കേസരി ഉണ്ടാക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മൾ വീട്ടിലുള്ള പാലും റവയും മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട്. ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ.